അത് നമ്മൾ വഴറ്റുമൊന്നും വേണ്ട. അപ്പം നമ്മൾ എപ്പോഴും കുറേ നേരം വഴറ്റി സമയമില്ലാത്തപ്പോൾ വഴറ്റിയിട്ടൊക്കെ വേണ്ട വെക്കാൻ. അപ്പം അല്ലാത്ത നമുക്ക് ഈസി ആയിട്ട് വെക്കാം. നമുക്ക് അതിനൊരു കുക്കറിനകത്ത് ഒരു മീഡിയം സൈസ് 3 എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഞാനൊരു 3 എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് നല്ലപോലെ സ്ലൈസ് ചെയ്ത് ഒരു 3 ഒനിയൻ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നല്ല തിന്നായിട്ട് ഫൈനായിട്ട് സ്ലൈസ് ചെയ്യണമെന്നില്ല, ഒരുവിധം നല്ലതായിട്ട് ഒന്ന് സ്ലൈസ് ചെയ്ത് അതും പിന്നെ അത് കുക്കറിനകത്ത് ഇടണം. പിന്നെ ഒരു ചെറിയ ഒരു ഗ്രീൻ ചില്ലി അത് നമുക്കൊരു 3 ഇങ്ങനെ കട്ട് ചെയ്തിടാം. ഒരു ഫുൾ ടൊമാറ്റോ വേണ്ട, ഇതൊരു മീഡിയം ടൊമാറ്റോയുടെ ഒരു ഹാഫ് മതിയേ. അത് ഓപ്ഷണലായിട്ട് വേണമെങ്കിൽ ചേർത്ത് വെച്ചാൽ മതി. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. എനിക്കൊരു ശകലം ഇതിനകത്ത് ഇടുന്നത് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ അരിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം വേണം, ഒത്തിരി വെള്ളം വേണ്ടേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുക്കറിനകത്ത് ഇത് അടിച്ച് കഴിയുമ്പോഴേ ഈ സവോളയിൽ ഇത് വെള്ളം എല്ലാം കൂടെ ഇറങ്ങിയിട്ട് ഒത്തിരി വെള്ളമായിപ്പോവും. ഒരു ശകലം ഒന്ന് സ്റ്റീലിൻ്റെതായതുകൊണ്ട് ഞാനൊരു ശകലം കൂടെ, അലൂമിനിയത്തിൻ്റെ ആണെങ്കിൽ അത്രയും കൂടെ വേണ്ട, പിന്നെ സ്റ്റീലായതുകൊണ്ട് പെട്ടെന്ന് വെള്ളം പറ്റും, അതുകൊണ്ട് ഞാൻ ഇച്ചിരി ചേർത്തിട്ടുണ്ട്. ഒന്ന് ഇത് കണ്ടോ കാണിച്ചിട്ട് ഇതിനകത്ത് ഇങ്ങനെ ഒന്ന് ഇതായി കിടക്കത്തക്ക രീതി കുറച്ച് മതി. നമുക്കൊരു ഒരൊറ്റ പീസിൽ മതിയാവും. അപ്പം നല്ലപോലെ ഇത് വെന്ത് ഇതാവും അവിടെ. ഫ്ലെയിം ഓൺ ചെയ്ത് എളുപ്പത്തിൽ വെക്കാം. നമുക്ക് ആകെ ഉള്ളൊരു പണി ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് പറയാം. തുറന്ന് നോക്കാതെ വേണ്ടോ, നമ്മളത്ര വെള്ളമല്ലേ ഒഴിച്ചുള്ളൂ. അപ്പോൾ ഇതെല്ലാം നല്ലോണം വെന്ത് നമുക്കിതിനെ ഈ സ്പൂണും കൊണ്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം. എന്നിട്ട് കുക്കറിൻ്റെ ഇതുപോലെ ഒരു ഫിസിലോ 2 ഫിസിലോ ആക്കാം കേട്ടോ. പിന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്യണമെന്നാണെങ്കിൽ ഒരു 2-3 ഫിസിലങ്ങ് അടിച്ച് പെട്ടെന്ന് പ്രഷറൊക്കെ കളഞ്ഞെടുത്താൽ നമുക്ക് പെട്ടെന്ന് ഈസിയാവും. നമ്മളിപ്പോൾ ഉടച്ചു കൊടുത്താലേ ഇത് ഉടയുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ മസാലയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത്ര ഇത് വരത്തില്ല. ഫിസിലടിച്ചു ഒരെണ്ണ വെച്ചുള്ളൂ, ഇതിനകത്ത് പെട്ടെന്ന് വേവും. ഇവിടെ അങ്ങ് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്കൊരു ചീനിച്ചട്ടി വെച്ച് ഇപ്പോൾ ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് കോക്കനട്ട് ഓയിലാണ്, കുറച്ച് മതി. ഇത് നമുക്ക് ഒത്തിരി ഓയിലും വേണ്ട, ഒത്തിരി വഴറ്റി സമയവും കളയണ്ട, അങ്ങനെയുള്ള ഇതൊന്നും വേണ്ട. പെട്ടെന്ന് നമുക്ക് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് കരിയാപ്പിലയുടെ കറി ലീഫിൻ്റെ ഫ്ലേവർ നമുക്ക് കൊടുക്കാം ഫസ്റ്റ്. അതിനുവേണ്ടി കരിയാപ്പില ഇങ്ങനെ നല്ലപോലെ ഫ്ലെയിം കുറച്ച് വെക്കണം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ ഓഫ് ചെയ്യാം. അതായത് തിളച്ച എണ്ണയല്ലേ, ഒന്ന് ഓഫ് ചെയ്യാം. അതെന്നല്ലേ എൻ്റെ കരിഞ്ഞു പോകും. ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. അതൊരു 1.5 ടീസ്പൂൺ മതി. അത് നല്ലപോലെ നമുക്ക് കുറച്ച്
മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കുന്നുള്ളൂ. ഇത് വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലെ സ്വന്തം മഞ്ഞൾപ്പൊടിയാണ്, അതുകൊണ്ട് ഭയങ്കര കളറുമായിരിക്കും. അതിൻ്റെ കൂടെ കുറച്ച് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഇത് കൊടുക്കാം, കൊറിയാണ്ടർ പൗഡർ, മല്ലിപ്പൊടി. ഇത്രയും ചേർത്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കാം. ഈ എണ്ണ എത്ര തിളച്ച് കിടക്കുന്നതുകൊണ്ടേ നമുക്ക് പെട്ടെന്ന് കരിഞ്ഞു അത് ഓഫ് ചെയ്യും. ഇതല്ല, നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്തില്ല, നമ്മൾ ഇതിനകത്ത് ഇതാക്കിയിടും. നമുക്ക് വേണമെങ്കിൽ ഒരു നല്ലപോലെ വേവിക്കണമെങ്കിൽ കുറച്ച് നല്ലപോലെ ഒരു 2-3 വിസിലടിച്ച് കുറച്ചും കൂടെ പെട്ടെന്ന് ഇത് ഒന്ന് ഉടഞ്ഞു കിട്ടും. മസാല ചേർത്തതിനകത്ത്, കാരണം എനിക്കിന്ന് എൻ്റെ ഗരം മസാല തീർന്നു പോയി, വാങ്ങിക്കാനായിട്ട് മറന്നും പോയി. ചേട്ടായിയോട് ഇനി പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഓടിക്കും. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ചിക്കൻ മസാല ഇന്ന് ചേർക്കുന്നത്. ചിക്കൻ മസാല ചേർക്കാറുണ്ട്, ചിക്കൻ മസാല ചേർത്താൽ പിന്നെ ഗരം മസാലയുടെ വലിയ ആവശ്യമില്ല. ഇത് പൊടിക്ക് മതി ടേസ്റ്റ്. കുരുമുളക് പൊടി, ഒരു 2-3 പിഞ്ച് പെപ്പർ പൗഡർ മതിയേ. ഇതിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഓയിൽ വേണം, ഇപ്പോൾ ഇഷ്ടമുള്ളവരാണെങ്കിൽ, ഞാൻ പൊതുവേ ഓയിൽ അങ്ങനെ അധികം കുറേ ചേർക്കാറില്ല. അതുകൊണ്ട് ഇച്ചിരി ഓയിലും കൂടെ ആണെങ്കിൽ കുറച്ചും കൂടെ ഓയിലി ആയിട്ട് കുറച്ചും കൂടി ഇരിക്കും. ഞാൻ കുറച്ച് ഓയിലേ ചേർത്തുള്ളൂ. ഇതെൻ്റെ പരുവം ഇത്രയായി. പിന്നെ ഇതിന് നമുക്ക് ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പ് ചേർത്ത് അതിൻ്റെ ടേസ്റ്റ് കൂടെ നോക്കാം. ഇത് ഭയങ്കര ഒരു സംഭവമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഇത് ഒരു എളുപ്പത്തിൽ നമുക്ക് അത്യാവശ്യം നമ്മളിപ്പോൾ ജോലിക്കൊക്കെ പോകാനായിട്ടുള്ളൊരു റെഡി ആകുമ്പോഴത്തേക്ക് നമുക്കൊരു പെട്ടെന്നൊരു കറി വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു വഴറ്റിയൊക്കെ നിൽക്കും, നമുക്ക് സമയം പോകും. അപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കറി. നമുക്കിനി എഗ്ഗ് കണ്ടോ, നിങ്ങളിനി എഗ്ഗ് കാണിച്ചു തരാം. ഇതിന്ന് എൻ്റെ ചേട്ടായി ഇന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്ന് ഞാനിത് ഹെൽപ്പ് ചെയ്യാം, അത് പൊളിക്കാമെന്ന് പറഞ്ഞ് പൊളിച്ചതാണ്. പക്ഷേ ഇത് കോഴി കൊത്തിയതുപോലെ ആയിപ്പോയി. എനിക്ക് മനസ്സിലായില്ലേ, ചേട്ടായിക്ക് ഇപ്പോൾ ഈ എഗ്ഗ് വരെ നല്ല ഇത്രയും നല്ല സംഭവമായിട്ട് ചേട്ടായി ചെയ്തു തരും. നിങ്ങളിപ്പോൾ വിചാരിക്കല്ലേ ഇത്രയും കറിക്ക് 2 മുട്ടയേ ഉള്ളെന്ന്. 2 മുട്ട മതി നമുക്ക്, 2 പേർക്ക് 2 മുട്ട മതി. അതുകൊണ്ട് മുട്ട എത്ര വേണമെങ്കിലും ചേർക്കാം. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് കുറച്ച് എന്താ പറയുന്നത്, കുറച്ച് ചാറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണ്ടവർക്ക് വെള്ളം കുറച്ച് നീട്ടാം. പക്ഷേ ഇതാണ് ഇതിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസി നിൽക്കുവാണെങ്കിൽ അതാണ് നല്ലത്. ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം. പിന്നെ ചെറിയൊരു പരിപാടിയുണ്ട്, ഉപ്പൊക്കെയാണ്, പക്ഷെ നല്ല സ്പൈസിയാണ്. പിന്നെ നല്ല സ്പൈസിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഗ്രീൻ ചില്ലി സ്കിപ്പ് ചെയ്യാം കേട്ടോ, മുളക്. നമുക്കൊരു കുറച്ച് ഷുഗർ ചേർക്കാം. ഇതിൻ്റെ ആ പുളിയും ടൊമാറ്റോയുടെ പുളിയും എരിവും എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് മതി, ഒരു പിഞ്ച്. പിന്നെ വേണ്ടി ഒരു ഫൈനലായിട്ട് കുറച്ച് കരിയാപ്പിലയും എന്നിട്ട് നമുക്കൊരു പൊടിക്ക് ഓയിലും കൂടെ കൊടുത്താൽ നമ്മുടെ കുക്കിംഗ് കഴിഞ്ഞു. ഫൈൻ.
പൊതുവെ നമ്മുടെ മുട്ട റോസ്റ്റിന് നല്ല എരിവും നല്ല കളർഫുള്ളായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പം അങ്ങനെ നമ്മുടെ ഈസി എഗ് റോസ്റ്റോ എഗ് കറിയെന്നോ എന്തെങ്കിലും റെഡിയായി. നമുക്കിന്ന് ഉച്ചയ്ക്ക് ഒരു വീറ്റ് പൊറോട്ടയും പിന്നെ എഗ് കറിയുമാണ്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ, എല്ലാം കറക്റ്റാണ്. ഇതൊരു ഗുണം എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇത്ര നേരം ഈ സവാള വഴറ്റിക്കൊണ്ട് നിൽക്കണമെങ്കിൽ ഒത്തിരി സമയമെടുക്കും. അങ്ങനെ നമ്മുടെ എഗ് റോസ്റ്റ് എന്നോ എഗ് കറിയെന്നോ വെക്കാം, എഗ് റോസ്റ്റ് എന്ന് തന്നെ പറയാം. അങ്ങനെ അത് റെഡിയായി. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊറിയാണ്ടർ ലീഫ് ചോപ്പ് ചെയ്ത് വെക്കണമെങ്കിൽ അതും ചേർക്കാം കേട്ടോ. ഞാൻ കറി ലീഫ് വെച്ചിട്ടാണ് ചെയ്തത്. പക്ഷെ ഇത് ടേസ്റ്റിയാണ്, പക്ഷേ എളുപ്പമാണ്. നമുക്ക് പെട്ടെന്നൊക്കെ നമുക്ക് പോകാൻ വേണ്ടി ജോലിക്കൊക്കെ പോകാനുള്ളവർ ഒരു കറി രാവിലെ ഉണ്ടാക്കണമെങ്കിൽ നമ്മളിത് വഴറ്റിക്കൊണ്ട് നിൽക്കേണ്ട സമയമില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാം. അത്രേ ഉള്ളൂ ഉദ്ദേശിച്ചത്. എല്ലാം ഒന്ന് നോക്കണേ, കുക്ക് ചെയ്ത് നോക്കാം.